ശ്രീ പി ആർ ശിവശങ്കർ, ഇവിടെ ഈ നടിയെ ആക്രമിച്ച കേസ് കേരളം അത്രത്തോളം ചർച്ച ചെയ്ത കേസാണ്. അതിലെ വിചാരണ കോടതി ശിക്ഷാവിധി വരുമ്പോൾ KPCC-യും CPM-ഉം ഒക്കെ അവരുടെ ഒഫീഷ്യൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അടൂർ പ്രകാശ് മറിച്ചൊരു നിലപാട് സ്വീകരിച്ചെങ്കിലും അതിൽ BJP-യുടെ ഒരു നിലപാട് എന്താണ്? അങ്ങനെ ഒഫീഷ്യലെ പറഞ്ഞു കേട്ടില്ല. നോക്കൂ, അതിലിപ്പോൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് BJP-യുടെ എല്ലാ നേതാക്കളും. അത് കാരണം പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യം പോലുമില്ല. അതിൽ അതിജീവിതയ്ക്ക് എന്താണോ അഭിപ്രായം അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ ഏത് കാലത്തിലും അതിജീവിതത്തൊപ്പമാണ്. ഞാനത് പറഞ്ഞിട്ട് രണ്ട് കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, രാഷ്ട്രീയത്തിലെ ധാർമ്മിക ബോധം ഉയർത്തിപ്പിടിക്കേണ്ടത് എതിരാളികൾക്കെതിരെ കുറേ തെറ്റായ പ്രചരണങ്ങൾ അല്ലെങ്കിൽ പഴയ കോടതി വിധികൾ അത് കോടതി വിധികൾ തെറ്റായി പറഞ്ഞുകൊണ്ട് എന്നതാവരുത്. നമുക്കൊരു രാഷ്ട്രീയ ബോധ്യം വേണം. ഇപ്പോൾ നോക്കൂ, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഈ ജസ്റ്റിസ് BH ലോയയുടെ മരണത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറയുന്നു. അത് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ് ആ 3-അംഗ സുപ്രീം കോടതിയിൽ ഇരുന്നത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞത് പോലും ഒരുപക്ഷെ ഗോപൻ ഓർത്ത് കാണില്ല. അതിനുശേഷം ഉദ്ധവ് താക്കറെ ഒരു മഹാ അഗാഡികൾ കോൺഗ്രസിൻ്റെയും പിന്നെ CPM-ൻ്റെ മൗനാനുവാദത്തോടെയും വന്ന ഒരു പാർട്ടിയും അവിടെ ഭരിച്ചിരുന്നു. അപ്പോൾ വേണമെങ്കിൽ അന്വേഷണം നടത്താമായിരുന്നു. ഇതൊന്നും അല്ലാണ്ട് ഞങ്ങൾക്കെതിരെ കുറ്റം പറയാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചരിത്രം എടുത്തു എന്ന് പറയുകയാണ്. പാവത്തിന് അതിനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം, അറിവില്ലാതായിരിക്കും. ആരെങ്കിലും ഇപ്പോൾ ഒരു ക്യാപ്സൂൾ വന്നപ്പോൾ വായിച്ചതായിരിക്കാം. ഒന്ന്. രണ്ട്, ഞാൻ ചോദിച്ചു നേരത്തെ സംസാരിച്ച പോലെ ഇവിടെ CM-ന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട മാത്രമല്ല, ഇപ്പോൾ കർണാടകയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കർണാടക DGP-ക്ക് ഇവർ കത്ത് കൊടുത്തിരുന്നു. അവിടെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു മെയിൽ അയക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് നിൽക്കേണ്ടത് ഇവിടുത്തെ CPM-ന്റെ താല്പര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ട് ഭരണവിരുദ്ധതയും അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയും ഇവർക്ക് ജനങ്ങളുടെ മുന്നിൽ നിന്ന് മാറ്റിവെക്കുവാൻ വേണ്ടിയിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി ഇപ്പോൾ ചർച്ചകൾ ഇത്തരത്തിലുള്ള ഒരു നേരത്തെ ഇപ്പോൾ ഞാൻ ഈ ചർച്ചയുടെയൊക്കെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ദയവായി ചർച്ച കാണരുത് എന്ന രീതിയിലുള്ള കമൻ്റൊക്കെ വന്നിരുന്നു. കാരണം നമ്മൾ ചർച്ച ചെയ്യുന്ന അത്തരം മാധ്യമത്തിലേക്ക് പോകുമെന്നുള്ള ഭയം. ഭാഗ്യവശാൽ അത്തരം ചർച്ചയിലേക്ക് പോയില്ല എന്നതൊക്കെ നമ്മുടെ ഭാഗ്യമാണ്. അതുകൊണ്ട് ഇത്തരം ചർച്ചകളാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. അത് ശുഭകരമാണോ ഇല്ലയോ എന്നൊക്കെ ഹാഷിമിയും ആലോചിക്കേണ്ടതാണ്. പക്ഷേ തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടുത്തെ വലിയ വിലക്കയറ്റം, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, ഇതുപോലത്തെ സ്വർണ്ണക്കടത്ത്, അമ്പലം കൊള്ള, അമ്പലം വിഴുങ്ങൽ, ഇത്തരം കാര്യങ്ങൾ കൂടി മാറ്റപ്പെടുവാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് അകത്ത് കിടക്കുന്നതല്ല, മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേപോലെ തിരഞ്ഞെടുപ്പിൽ വരികയും ഞാൻ നോക്കൂ, എന്നിട്ട് അദ്ദേഹത്തിന്റെ വിഷമം നോക്കൂ. ഒരു MLA ആക്രമിക്കപ്പെട്ടാൽ അത് എങ്ങനെയായിരിക്കും ഹാഷ്മിയുടെ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കുറ്റവും അതിന്റെ എല്ലാ കാര്യവും ഹാഷ്മിയുടെ തലയിലേക്ക് കൂടി കെട്ടിയേൽപ്പിച്ചു വരുന്നു CPM. ഇതാണ് താല്പര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.